ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ പറയാൻ പോകുന്നത് ഹൈക്കോർട്ട് എൻറോൾമെൻറ്റ് രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ്. ആദ്യം ഗൂഗിളിൽ കയറി ഹൈക്കോർട്ട് എൻറോൾമെൻറ്റ് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ന്യൂ എൻറോൾമെൻറ്റിൽ ലിസ്റ്റ് വരും. ഫസ്റ്റ് നമ്മളെ ഫസ്റ്റത്തെ നെയിം എന്താ, പിന്നെ ലാസ്റ്റ് നെയിം വിത്ത് ഇനീഷ്യൽ അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെ കയ്യിലുള്ള ഇമെയിൽ ആയിരിക്കണം അടിച്ചു കൊടുക്കേണ്ടത്. അതിലേക്കാണ് ആക്ടിവേഷൻ കോഡൊക്കെ വരിക. അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള മൊബൈൽ നമ്പർ അതിലോട്ടായിരിക്കും OTP വരിക. പിന്നെ അതോടെ കൂടെ ക്യാപ്ച എത്രയാണോ 28+1 എത്രയാണോ വരുന്നത് അത് അവിടെ അടിച്ചു കൊടുക്കാം. വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് അടിച്ചു കൊടുത്താൽ നമ്മളെ കയ്യിലുള്ള മൊബൈൽ നമ്പറിലോട്ട് OTP വരും. OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ക്രിയേറ്റ് അക്കൗണ്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിലിലോട്ടൊരു ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് പറഞ്ഞൊരു മെയിൽ വരും. അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ഏത് വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത് ആ പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം അത് കൺഫേം ചെയ്ത് എൻ്റർ ക്യാപ്ച അടിച്ച് ആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് അടിച്ചാൽ നമ്മളെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത് വെച്ച ഹൈക്കോർട്ട് എൻറോൾമെൻറ്റ് ഇതിലേക്ക് പോയിട്ട് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അഡ്വക്കേറ്റ്സ് ലോഗിൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൽ ഏതാണോ കൊടുത്തത് അതുപോലെ തന്നെ ഇപ്പോൾ സെറ്റ് ചെയ്ത പാസ്വേഡും അതുപോലെ അവിടെ ക്യാപ്ച അടിച്ച് ലോഗിൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഫോം നമ്പർ 4. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് നീഡറിൽ പോയി കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഫോം നമ്പർ 4 എന്ന് കാണാം. ഫോം നമ്പർ 4 എന്ന് പറഞ്ഞാൽ 2 അഡ്വക്കേറ്റ്സ്മാർ 10 years മുകളിൽ എക്സ്പീരിയൻസിലെ 2 അഡ്വക്കേറ്റ്സ്മാർ സീൽ നമ്പറും ഓലെ ഡീറ്റെയിൽസും വരുന്ന ഓല് സൈൻ ചെയ്തിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം. അതും ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ നമ്മളെ ഡീറ്റെയിൽസ് പേരെന്താണോ വരുന്നത്, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ വരുന്നത് അത് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, നമ്മളെ പെർമനൻറ്റ് അഡ്രസ്സ് എന്താണോ വരുന്നത്, പിന്നെ ജെൻഡർ അവിടെ അടിച്ചു കൊടുക്കണം. അതുപോലെ നമ്മൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആണെങ്കിൽ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സെയിം വരും. അതുപോലെ തന്നെ ഇമെയിൽ ID പ്രൈമറി നമ്മൾ നേരത്തെ ഓൾറെഡി ലോഗിൻ ചെയ്ത ഇമെയിൽ ID തന്നെയായിരിക്കും ഇവിടെയും വരിക. സെക്കൻഡറി ഇമെയിൽ ID ഓപ്ഷണലാണ്. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ കൊടുത്ത കോൺടാക്ട് നമ്പറാണ്. വാട്സപ്പ് നമ്പറും സെയിം ആയിട്ടാണ് വരിക. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് വരുന്നത്, പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ ആണോ മാരീഡ് ആണോ, പിന്നെ നമ്മളെ നാഷണാലിറ്റി, പിന്നെ ഫാദേഴ്സ് അല്ലെങ്കിൽ ഗാർഡിയൻസ് നെയിം അവിടെ കൊടുക്കണം. പിന്നെ ആനുവൽ ഇൻകം അതുപോലെ ലിങ്ക്ഡിൻ ID അത് ഇമ്പോർട്ടൻ്റ് അല്ല. അതിനുശേഷം നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. ബാക്കി അടുത്ത പാർട്ടിൽ പറയാം.